ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. മുടിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മാറുകയും മുടി വളരുകയൊക്കെ ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും വേണ്ട ഒരു മെയിൻ കാര്യം ഇത് തന്നെയാണ്. അപ്പം മുടി നന്നായിട്ട് വളരാൻ, നല്ലതുപോലെ തഴച്ച് വളരാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഈസി ടിപ്പാണ് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഉള്ളിനീരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെയർ കെയർ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഉള്ളിനീര് മുടി വളരാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. മുടിയുടെ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്നുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട് ഇത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളിനീരിൻ്റെ ഈ സ്മെല്ലാണ്. അത് നമ്മൾ റോ ആയിട്ട്, അതായത് പച്ചയ്ക്ക് ഉള്ളിനീരെടുത്ത് തേക്കുന്ന സമയത്ത് ഇതിന് നല്ല സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വീണ്ടും ഈ ഉള്ളിനീര് തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് കുറച്ചുകൂടെ കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ ഒന്നുകൂടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളിനീര് തയ്യാറാക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് 1-2 സവാള എടുക്കാം. അത് നിങ്ങളുടെ മുടിയുടെ നീളത്തിനും ഉള്ളിനും കട്ടിക്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സവാളയുടെ എണ്ണം തീരുമാനിക്കാവുന്നതാണ്. മീഡിയം സൈസിലുള്ള 1-2 സവാള എടുക്കുക. അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സവാള അല്ലാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി ഇതിൽ നിന്നും അത് നമുക്ക് അരിച്ച് ഈ സവാളയുടെ ജ്യൂസ് അല്ലെങ്കിൽ നീര് വേർതിരിച്ചെടുക്കണം. നല്ലതുപോലെ അത് അരഞ്ഞു വരും. ഇതൊരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഇട്ടിട്ട് ഈ സവാളയുടെ നീര് അരിച്ച് മാറ്റിയെടുക്കുക. ഇനി ഈ ഒരു നീര് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് തേയിലവെള്ളത്തിലേക്കാണ്. തേയിലവെള്ളം തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്കൊരു 2 ഗ്ലാസ് അളവിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത് ചായപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ചായയിലാണെങ്കിലും, അതായത് കട്ടൻ ചായയിലും ഈ പറഞ്ഞതുപോലെ തന്നെ മുടി വളരാനും മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും നല്ല കട്ടി കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ തേയിലവെള്ളം എന്ന് പറയുന്നത്. നമ്മൾ 2 കപ്പ് അളവിൽ 2 ടേബിൾ സ്പൂൺ അളവ് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനി നന്നായി തിളച്ച് ഏകദേശം ഒരു 1.5 കപ്പ് അളവിലേക്ക് വരണം. ആ ഒരു അളവിൽ നമ്മളിത് തിളപ്പിക്കണം. ഇത് നന്നായി തിള വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സവാളയുടെ നീര് കൂടി ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്തായാലും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഏകദേശം എല്ലാം കൂടി ഒരു 1.5 ഗ്ലാസ് അളവിലേക്ക് കുറുകി വരത്തക്ക രീതിയിൽ ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഇത് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെന്ന് വെച്ചാൽ മൊത്തമല്ല, ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളവും പിന്നെ സവാളയുടെ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 1-1.5 ഗ്ലാസ്സിനടുത്തേക്ക് വറ്റി വരത്തക്ക രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ അളവൊന്ന് കുറുക്കിയെടുക്കുക. ഇനി ഈ വെള്ളമാണ് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നത്. അപ്പോൾ തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഇത് അരിച്ചെടുക്കണം. ഏകദേശം 1.5 ഗ്ലാസ്സായിട്ട് ഇത് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇത് അരിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി ചൂടെല്ലാം നന്നായി മാറി തണുത്തതിന് ശേഷം മാത്രമാണ് തലയിൽ തേച്ച് കൊടുക്കേണ്ടത്. ഇത് തലയോട്ടിയിലും തലമുടിയിലും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കൈയുടെ തുമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ഞി വെച്ചിട്ടോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തലയോട്ടി നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക 2-3 മിനിറ്റ്. അതിനുശേഷം മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നത്ര 1 മണിക്കൂർ 1.5 മണിക്കൂറോ ഒക്കെ വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ തലമുടി കഴുകുന്ന പോലെ കഴുകിക്കളയാവുന്നതാണ്. സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് താളിയോ മറ്റോ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും മൈൽഡ് ഷാമ്പൂസൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ അത്രയും മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാകും. ഈ ഒരു രീതിയാണ് നമ്മൾ ഈ മെത്തേഡിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. ചായ വെള്ളം, അതായത് കട്ടൻ ചായയും അതേപോലെ തന്നെ ഉള്ളിനീരും രണ്ടും നമ്മുടെ തലമുടിക്ക് വളരെയധികം ഗുണം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.